ദേശീയപാതയ്ക്കരികിൽ ആറ്റിങ്ങൽ നഗരസഭയിലെ മാമം കന്നുകാലി ചന്തയ്ക്കുള്ളിൽ അനധികൃത നിർമ്മാണം ആരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. നമ്മൾ NH പെട്ട ഭാഗമാണ്. ആ NH പെട്ട യാതൊരു ഫംഗ്ഷൻ നടന്നാൽ ഈ ഭാഗത്താണ് നടക്കുന്നത്. ഈ ഭാഗത്ത് നടന്നു കഴിഞ്ഞാൽ നാളെ ഒരു ഫംഗ്ഷൻ നടക്കാനുള്ള ഒരു ഏരിയ നമുക്ക് കഴിയും. ഇത് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മൾ പുറകോട്ട് നടത്തുകയാണെങ്കിൽ ഇത് അവർക്കും നല്ലത്, ജനങ്ങൾക്കും നല്ലത്. ഇത് പ്രശ്നം ഒഴിവാക്കി കിട്ടും. ഈ മാമത്ത് കാളച്ചന്തയുടെ മുഖഭാഗത്ത് തന്നെയാണ് ഈ ഷെഡ് കെട്ടി പോത്തിനെ വളർത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇത് അവർ താഴോട്ടാക്കുക, എന്നിട്ട് ഈ സ്ഥലം മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കുക. കാര്യം ഇത് പൊതുജനങ്ങൾക്ക് ശല്യമാവും. ഇത് ഒഴിവാക്കി തന്നെ തീരണം. ഇവർ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിട്ടുപോകാനല്ല പറയുന്നത്, ജീവിക്കേണ്ടെന്നല്ല പറയുന്നത്. ഏറ്റവും ബാക്കിൽ അത്യാവശ്യം അവർക്ക് വേണ്ട സ്ഥലം കൊടുക്കുക. അല്ലാതെ ഈ പ്രദേശത്ത് നിന്ന്, ഈ സ്ഥലത്ത് നിന്ന് ഉറപ്പായിട്ട് മാറി കിട്ടണം. ഇത് മാമത്തിന്റെ മുഖമാണ്, ആറ്റിങ്ങൽ നഗരസഭയുടെ മുഖമാണ്. ഇത് വികൃതമാക്കാൻ ജനങ്ങളെ അനുവദിക്കില്ല. ചന്ത കരാറെടുത്ത സ്വകാര്യ വ്യക്തി മൈതാന മധ്യത്തിൽ കമ്പികൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സ്ഥാപിച്ചതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം. രാത്രി എൻ്റെ കണ്ണു മുമ്പേ കണ്ട സംഭവമാണ്. ഒരു കൊച്ച് ഇവിടെ വണ്ടി നിർത്തി ആ അച്ഛൻ പാൽ പിടിക്കാൻ പറഞ്ഞു വെച്ച് ഇവിടുന്ന് ഒരു പാല് വാങ്ങുന്നുണ്ട്. ആ കൊച്ചു ഓടിക്കൊണ്ട് വന്ന് ആ കയറ് തട്ടി വന്ന് മൂക്കുമുത്തി വീഴുകയും ചെയ്തു. അവിടെ സമയത്ത് നമ്മൾ ഓടിച്ചെന്നാൽ പിടിക്കുകയും ചെയ്തു. ആ പിടിച്ച സമയത്ത് ആ കൊച്ചിൻ്റെ മുഖത്ത് മാത്രമേ ഒരഞ്ഞോളൂ, പാകത്തിന് വേറെ സംഭവിച്ചില്ല. മെയിനായിട്ട് ഈ കയറ് അകത്ത് മാറ്റുക. കാരണം ഇത് കയറ് ഒരുപാട് ആൾക്കാർ ഈ വന്ന് വീഴുന്നുണ്ട്. പിന്നെ ഈ പോസ്റ്റ്, ഇവിടെ എന്താണ് ഈ പോസ്റ്റ് ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി പറയുന്നത് വെച്ചപ്പോൾ നമ്മൾ അറിഞ്ഞ സംഭവം ക്യാമറ വയ്ക്കാൻ പോകുന്നതാണ്. ഒരു ക്യാമറ വയ്ക്കേണ്ട ആവശ്യത്തിന് ഇത്രയും തൂണുകൾ കുച്ചിട്ട് എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ മാമത്തുള്ളതാണ്, നമ്മളെ മാമത്ത് ജീവിക്കുന്നവരാണ്. അപ്പം ഇത് അനുഗ്രഹമാറ്റി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാവുന്നില്ല. അതിന് അധികം മാറ്റി ഇതിൻ്റെ മെയിൻ ആൾക്കാർ കണ്ടെത്തി ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുക. ഇത് പൊതുവായി കിടക്കുന്ന ഈ ഒരു ഗ്രൗണ്ടാണിത്. ഇത് കയറുകളെല്ലാം കെട്ടിത്തിരിച്ച് ഒരു പോത്ത് കച്ചവടക്കാരനാണ് ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടികളെല്ലാം വൈകുന്നേരം തിരക്കുള്ള സമയങ്ങളിൽ തട്ടി വീഴുകയും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു. മാമത്ത് ഇത്രയും സ്ഥാപനങ്ങൾ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സ്ഥലം ഉണ്ട് എന്നുള്ള രീതിയിലാണ് സ്ഥാപനങ്ങൾ അത്രയും ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം ഓരോ പ്രൈവറ്റ് പാർട്ടികൾ കെട്ടിയടച്ച് അവരെ സ്വകാര്യ വ്യക്തികളെ കൈക്കലാക്കി കഴിഞ്ഞാൽ ഈ ഇത്രയും സ്ഥലങ്ങൾ പോകും. കാരണം ഓണത്തിന് തന്നെ നമുക്കിവിടെ സർക്കസ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം. തൂണുകളെല്ലാം കുറിച്ച് നിർത്തി ഓരോ വ്യക്തികൾ കയ്യേറുകയാണ്. ഇതെല്ലാം ഇതിനെതിരെ മുനിസിപ്പാലിറ്റിയും അസോസിയേഷനും എല്ലാവരും ശക്തമായ നടപടിയെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാമത്ത് ഉള്ളൊരു മൈതാനമാണ്. എല്ലാവരുടെയും സങ്കല്പ ഭൂമിയാണ്. കാരണം എല്ലാത്തിനും എല്ലാ ഒക്കേഷൻസും ചെയ്യാനുള്ള അവസരമുള്ളതും ഒരു ഹൃദയഭാഗത്തുള്ള സ്ഥലമാണ്. അവിടെ ഒരു ചന്ത അല്ലെങ്കിൽ പോത്ത് വ്യാപാരം തുടങ്ങുകയും അത് വലിയ ശല്യമില്ലാത്ത രീതിയിൽ പോവുകയും ചെയ്തു. പക്ഷേ ഇന്നലെ രാത്രി തൊട്ട് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അതിന് കുറച്ചുകൂടെ എലാബറേറ്റഡ് ആയിട്ട് പോസ്റ്റുകൾ കോൺക്രീറ്റ് ചെയ്യുകയും JCB വെച്ച് എക്സ്കവേഷൻ ചെയ്ത് വലിയ കുഴിയും ട്രഞ്ചും ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ കാര്യം ടെമ്പററി നടത്തുന്ന കാര്യങ്ങൾക്ക് പ്രശ്നമില്ല. കാര്യം ആഴ്ചയിൽ 2 ദിവസം എന്നുള്ള രീതിയിൽ അത് തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ ചെയ്തു പോകുന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഇതിങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് ആഴ്ചയിൽ 6 ദിവസത്തേക്ക് മാറുകയും ഇതിൻ്റെ കണ്ണായ ഭാഗത്ത് അല്ലെങ്കിൽ അതിക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രീതിയിലേക്ക് അതിനെ തടയിടാനായിട്ട് അത് അധികൃതർ എത്തിയേ പറ്റുള്ളൂ. കാര്യം അതിൻ്റെ എല്ലാം മുന്നോടിയായിട്ട് ഇപ്പോൾ ഈ സ്റ്റീൽ പോസ്റ്റുകളെല്ലാം നിർത്തിയിരിക്കുന്നതാണ്. ഇതൊന്നും ഒരിക്കലും മൂവബിൾ അല്ല. കാരണം എന്ന് പറഞ്ഞത് ഇത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ഇതിന് ഒരു അടിയന്തര നടപടിയിലേക്ക് കടക്കണമെന്ന് വളരെ വിനയപൂർവ്വം എല്ലാവരുടെ ഞാൻ അധികൃതരുടെ പറഞ്ഞിരിക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ M. പ്രദീപ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മാമം കന്നുകാലി ചന്ത ഇവിടെ ലേലം കൊണ്ടയാൾ ഈ ഗ്രൗണ്ടിൽ കാലികൾക്ക് വെയിലെടുക്കാതെ വരുന്നതിന് വേണ്ടി ഒരു വെയിൽ മറ അല്ലെങ്കിൽ മഴമറ ചെയ്യാൻ വേണ്ടി ചില സംവിധാനങ്ങൾ ഒരുക്കി. അത് പക്ഷേ നാട്ടുകാർക്കിടയിൽ ഒരു സംശയം ഉണ്ടായി. അത് സ്ഥിരം സംവിധാനമാണ് എന്നുള്ള നിലയിൽ സംശയമുണ്ടായി. ആ സംശയം നമുക്ക് അസ്ഥാനത്താണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ചന്ത പിടിക്കുന്ന ആൾ അവരുടെ സുരക്ഷിതത്വത്തിനനുസരിച്ച് ചന്തയിൽ ഒരു സ്ഥിരം സംവിധാനമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. ലൈറ്റായാലും അവിടെ ചെറിയ കോല ഷെഡുകൾ പോലുള്ള കെട്ടുന്നതിനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ ഒരു പ്രതിഷേധം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒഴിവാക്കി അവർ നാട്ടുകാരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അതിന് ചില ആൾട്ടർനേഷൻ പകരം സംവിധാനം ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് കരാറുകാരൻ ചെയ്യും. അയാൾക്ക് ആവശ്യം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
Fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.